ഉപയോഗിക്കേണ്ടാത്ത അല്ലെങ്കിൽ ഈ ഭാഷ മറക്കുന്ന ഒരുപാട് ജോലികളുണ്ട്. അക്കൂട്ടത്തിലൊന്നായിട്ടാണ് എയർ ഹോസ്റ്റസ് എന്ന ജോലിയെ നമ്മൾ കാണുന്നത്. പക്ഷേ ആകാശത്തിലൂടെയുള്ള ഈ സഞ്ചാരത്തിനിടയിലും കവിതയുടെ ഒരു ഹൃദയം സൂക്ഷിക്കുന്ന ഒരു കവയത്രി, പുതിയ തലമുറയിലെ എഴുത്തുകാരി, അവരെ പരിചയപ്പെടാം. ഇത് ജിലു ജോസഫ്, കുമളി സ്വദേശി. ദുബായ് ആസ്ഥാനമായുള്ള ഫ്ലൈ ദുബായ് എയർലൈൻസിൽ എയർ ഹോസ്റ്റസ് ആണ് ഇവർ. കവിതകളാണ് ഈ എയർ ഹോസ്റ്റസിന്റെ കൂട്ട്. ഒഴിവു സമയങ്ങളിൽ മലയാളത്തിൽ കവിതകൾ എഴുതുന്നു, ജിലു ആഞ്ചല എന്ന പേരിൽ. ബ്ലോഗിലാണ് എഴുത്തു തുടങ്ങിയത്. നൂറുകണക്കിന് കവിതകൾ. വെറുതെ കവിതകൾ എഴുതിക്കൂട്ടുകയല്ല ഈ യുവതി. 3 പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ബ്ലോഗിന്റെ തന്നെ പേരാണ് ആദ്യ പുസ്തകത്തിന്. ഇതൾ കൊഴിഞ്ഞൊരു നിശാഗന്ധി, വേനൽപ്പൂക്കൾ, ചില കാത്തിരിപ്പുകൾ എന്നീ കവിതാ സമാഹാരങ്ങളും പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചുകൊണ്ട് എഴുതിയതല്ല. എഴുത്തൊരു ഹോബിയാക്കി കുറേ എഴുതി ഒരു 500-600 പോയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോഗ് വായിക്കുന്നവർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് പുസ്തകം ഇറക്കിക്കൂടാ, അതിനുള്ള ടൈം ആയില്ലേ, അതിനുള്ള കവിതയായില്ലേ, അതിനുള്ള സന്നാഹങ്ങളൊക്കെ ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ, വായിക്കുന്നവർ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കും അങ്ങനെ എന്തുകൊണ്ടായിക്കൂടാന്ന് തോന്നി. അങ്ങനെ പ്രസാധകരെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ബുക്ക് ഇറങ്ങി നല്ല റെസ്പോൺസ് ആയിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ബുക്കും അതുപോലെ തന്നെ. തനിക്ക് ധാരാളം ഒഴിവു സമയം കിട്ടുന്നുണ്ടെന്നും ഇതാണ് വായനയിലേക്കും എഴുത്തിലേക്കും തന്നെ നയിച്ചത് എന്നും ജിലു പറയുന്നു. സമയം ഒരുപാടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ കുറേ അങ്ങ് വായിച്ചു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു എഴുതണം എന്ന് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അതിന് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അത് ഏതെങ്കിലും വഴി കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ വന്നതാണ് എഴുത്തിലോട്ട്. 2009 മുതൽ മാത്രമാണ് കവിതകൾ എഴുതാൻ തുടങ്ങിയത് എങ്കിലും ഇതൾ കൊഴിഞ്ഞ നിശാഗന്ധി എന്ന ബ്ലോഗിൽ ഇപ്പോൾ 1500-ലധികം കവിതകളുണ്ട്. ദുബായിലെത്തിയ ശേഷമാണ് ജിലു കവിതകൾ എഴുതാൻ തുടങ്ങിയത്. ചെറുപ്പത്തിലൊന്നും എഴുതാറുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വെറും തമാശയ്ക്ക് മാത്രം. എഴുത്തെന്നൊന്നും പറയാനില്ലായിരുന്നു. വായനയും ചെറുതിലേ ഉണ്ടായിരുന്നു, ഇടക്കാലത്ത് സ്റ്റോപ്പായി. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് വായന എഴുത്തും വീണ്ടും തുടങ്ങിയത്. വായനയാണ് പ്രചോദനം. ഏത് സമയവും എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു കവിയാണ് ചുള്ളിക്കാട്. എൻ്റെ ഈ ആദ്യത്തെ ബുക്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംസാരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കവിതയിലൊക്കെ ഉള്ള ഒരു ജീവൻ എന്ന് പറയുന്നൊരു ഘടകമുണ്ടല്ലോ, പുള്ളി കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്ന് വെച്ചാൽ എല്ലാവരെയും വായിക്കാറുണ്ട്, പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വായനയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് ചുള്ളിക്കാട് തന്നെയാണ്. ഇപ്പോൾ കവിതയ്ക്ക് പുറമെ ഡോക്യുമെന്ററികൾക്കും ആൽബങ്ങൾക്കും മറ്റും പാട്ടുകളും എഴുതുന്നുണ്ട്. എഴുത്തിൽ കൂടുതൽ സജീവമാകാൻ തന്നെയാണ് ഇവരുടെ ആഗ്രഹം. സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതണമെന്ന മോഹവും